വേനൽ മഴ കനത്തതോടെ കോട്ടയം ജില്ലയിലെ നെൽ കർഷകർ ദുരിതത്തിലാണ്. നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ തയ്യാറാവാതെ വന്നതോടെ വിവിധ പാടശേഖരങ്ങളിലായി ക്വിന്റൽ കണക്കിന് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. സർക്കാർ പലകുറി ചർച്ച നടത്തിയെങ്കിലും മില്ലുടമകൾ നെല്ലിന് കൂടുതൽ കിഴിവ് ചോദിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കടവും ധനവും ഒന്നുമില്ല. നമ്മൾ കടത്തിന്റെ പുറത്ത് നമ്മൾ ഈ അധ്വാനം ചെയ്യുന്ന 4 മാസം 5 മാസം ഇതിനു വേണ്ടി അലയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത വേനൽ മഴ കർഷകന് കണ്ണീരാണ് നൽകിയത്. കനത്ത വേനലിനോട് പടവെട്ടിയാണ് നെല്ല് കൊയ്തു കൂട്ടിയത്. കൊയ്തെടുത്ത നെല്ലും കൊയ്യാൻ ബാക്കി വെച്ചതിനും മേലെയാണ് വേനൽ മഴ ഇടുത്തിയായത്. 2 ആഴ്ചയായി ഞങ്ങളുടെ നെല്ല് ഇവിടെ കൊയ്തിട്ടിട്ട്. ഇന്നിപ്പം നെല്ല് കാണാനാണെന്ന് പറഞ്ഞ് ഒരാൾ വന്നിട്ട് പോയിട്ടുണ്ട്. പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാ ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് ഈ നെല്ല് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് സംഭരിക്കാനായിട്ടുള്ള ഏർപ്പാടുകൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കി തരണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കിൻഡലിന് മില്ലുടമകൾ കൂടുതൽ കിഴിവ് ചോദിക്കുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. സർക്കാർ പലകുറി ചർച്ച നടത്തിയെങ്കിലും മില്ലുടമകൾ വഴങ്ങാൻ തയ്യാറായിട്ടില്ല. പിന്നെ ഞങ്ങൾ ഈ പെരുനിലത്ത് ഇച്ചിരി കൃഷിയുണ്ട്. അത് ഞങ്ങൾ കടവും വിലയൊക്കെ മേടിച്ചാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. കൃഷി വായ്പകളൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇപ്പം നിലത്ത് നിൽക്കാൻ മേലാത്ത രീതി കടത്തിലാണ്. ലോഡിങ്ങിൻ്റെ പൈസ ഇനി എക്സ്ട്രാ വരും. ഇത് കൂടാതെ ഇനി ഉണക്കുന്നതിൻ്റെ പൈസ അതെല്ലാം എക്സ്ട്രാ ഇനി ചിലവ് വന്നുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ഇനി മഴ വന്നാൽ ഇനിയും കാലതാമസം വന്നാൽ ഇനിയും ഞങ്ങൾക്ക് പൈസ ഇതിന് മുടക്കിക്കൊണ്ടിരിക്കും. മഴ പെയ്തതോടെ കർഷകരുടെ പ്രതിസന്ധി ചൂഷണം ചെയ്ത് കൊള്ളലാഭം കൊയ്യാനാണ് മില്ലുടമകളുടെയും ഇടനിലക്കാരുടെയും നീക്കം. കുമരകം, തിരുവാർപ്പ്, ഐമനം, ആർപ്പൂക്കര പഞ്ചായത്തുകളിലാണ് കർഷകർ ദുരിതമനുഭവിക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.